നമ്മുടെ ഡെയിലി ലൈഫിലല്ലേ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ വരില്ലേ? അതായത് ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. അങ്ങനെ വരണ ഒരു സംഭവം വരുമ്പോൾ നോ, എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയുന്ന ആരൊക്കെയുണ്ട്? നോ എന്ന് പറയാത്ത ആരൊക്കെയുണ്ട്? ഈ പറയാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയും, നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അതെന്ന്. ഈ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല എന്ന് പറയേണ്ട ഒരു സ്വഭാവം പെണ്ണുങ്ങൾക്ക് മാത്രം വേണ്ടതല്ല കേട്ടോ, അത് ആണായാലും പെണ്ണായാലും വേണ്ടതാണ്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോ വീട്ടമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. കാരണം എല്ലാവർക്കും അറിയാലോ, ഒരു വീട്ടമ്മയായിട്ട് മാത്രം ഇരിക്കുന്ന ആൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ ആളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ലെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അവർക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ അവർ ഫേസ് ചെയ്യാറുണ്ട്. നമ്മൾ ചില അമ്മമാരെ കണ്ടിട്ടില്ലേ, അവർക്ക് ചില ദിവസങ്ങൾ തീരെ വയ്യായിരിക്കും. സത്യം പറഞ്ഞാൽ അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവർക്ക് ശേഷി ഉണ്ടായിരിക്കില്ല. എന്നാൽ പോലും അവർ ഇഴന്ന് ചെന്നിട്ടാണെങ്കിലും അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യും. അടുക്കളയിൽ പോയിട്ട് ഒരു കറിയൊന്നും ആയിരിക്കില്ല, ചോറും പലതരം കറികൾ അവർ റെഡിയാക്കും. വീടും പരിസരമൊക്കെ അടിച്ച് തുടച്ചിടും. അലക്കാനുള്ള ഡ്രസ്സൊക്കെ മല പോലെ കിടക്കായിരിക്കും, അതൊക്കെ അവർ വൃത്തിയാക്കിയിടും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവരുടെ ഉള്ളിൻ്റെ ആഗ്രഹം ഉണ്ടാവും, എനിക്കിതൊന്നും വയ്യ, എനിക്ക് കിടക്കണം, എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പാക്ക്, എനിക്ക് ഇന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം എന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പല പല സിറ്റുവേഷൻസും, അതായത് അവരുടെ ചുറ്റിലുള്ള സിറ്റുവേഷൻസും അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെയും ഇമ്പാക്റ്റ് കൊണ്ട് അവരത് ശീലമാക്കി. അവർക്കത് പറ്റില്ല എന്നുള്ളൊരു സംഗതി അവർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ അമ്മമാരെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു കാറ്റഗറിയിലോട്ട് ആളായിരിക്കും. എനിക്കെല്ലാവരോടും ഒന്നേ ചോദിക്കാനുള്ളൂ, ഒരു ദിവസം നമുക്ക് വയ്യെങ്കിൽ നമ്മുടെ വീടോ കലമ്പായിട്ട് കിടന്നാൽ എന്താ സംഭവിക്കാൻ പോവുക? ഒരു ദിവസം വേറെ ആരെങ്കിലും കുക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യാതെ വെളിയിൽ നിന്ന് വാങ്ങി ഫുഡ് കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാൻ പോണില്ല അല്ലേ? ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ നിബന്ധനകൾ വെച്ച് പുലർത്തുന്ന കുറച്ച് സ്ഥലങ്ങളും കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ എടുത്തു പറയുകയാണ് കേട്ടോ, ഞാനിത് എല്ലാവരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല. ഇപ്പോഴത്തെ ഒരു മോഡേൺ യുഗം ആയതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഒരു 100% എടുത്തു കഴിഞ്ഞാൽ 100 പേരിൽ 1% ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പം എല്ലാവരും ഒരുപാട് മാറിയിട്ടുണ്ട്, കുറച്ചും കൂടെ എല്ലാവരും ബ്രോഡ് മൈൻഡഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വയ്യെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് പറയാതെ തന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വീട്ടിലെ പരിപാടികൾ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരാളുടെ മാത്രം കാര്യമല്ല, അതെല്ലാവരും കൂടെ ചെയ്യേണ്ട സംഗതികളാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് തന്നെയുള്ളൂ. പിന്നെ വർഷങ്ങളായിട്ട് വയ്യെങ്കിലും ഇങ്ങനെ ചത്ത് പണിയെടുക്കുന്ന കുറേ അമ്മമാരുണ്ട്. അവർക്കൊക്കെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇതൊക്കെ തിരുത്തി മാറ്റി എനിക്ക് പറ്റൂല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ച് ഓക്കെ നിങ്ങൾക്ക് പറ്റില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നോ പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഈസി ആയിരിക്കും. പക്ഷെ പ്രത്യേകിച്ചും ഒരു ഫാമിലിയുടെ ഒരു കാര്യമൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതുവരെ ശീലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി, അതിൽ നിന്ന് പെട്ടെന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവിടെ മാറ്റം വരുത്തണമെങ്കിൽ അമ്മമാരല്ല, മറ്റു കൂടെയുള്ള ആൾക്കാർ ഒന്ന് മാറിയാലായിരിക്കും അവർക്ക് കുറച്ചും കൂടെ ഈസി ആവാൻ പറ്റുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ടും വെളിയിൽ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റാതെ ഇരിക്കുന്ന അമ്മമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ഒരു അടുത്ത ജനറേഷൻ ഉണ്ടല്ലോ, ആ അടുത്ത ജനറേഷനെങ്കിലും നിങ്ങൾ അങ്ങനെ ആക്കാതിരിക്കുക. പറ്റില്ലാത്ത കാര്യങ്ങൾക്ക് നോ തന്നെ പറയുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഒരു വയ്യായിക വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് അലമ്പായി കിടന്നോട്ടെ, ദാറ്റ്സ് ഫൈൻ എന്ന് അവരോട് പറയണം. അതുപോലെ ഒരു ദിവസം എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റണില്ല, എനിക്ക് മൂഡില്ല, എനിക്ക് വയ്യ, കുഴപ്പമില്ല, നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ കുക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ പറയണം എന്ന് അവർ പറഞ്ഞ് നിങ്ങൾ ശീലിപ്പിക്കണം. അല്ലാതെ എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് വയ്യെങ്കിലും നീ നിൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് 3 നേരം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, നിൻ്റെ വീടും പരിസരമൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞല്ല നിങ്ങൾ കൊടുക്കണ്ടേ. ഇങ്ങനെയൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ആരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് തേങ്ങയാണ് ഈ വെളി പറയണേന്ന് വിചാരിക്കണ്ടോ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കി നോക്കിട്ടോ, ഇതുപോലെ സ്റ്റിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ട്. പിന്നെ വയ്യെങ്കിൽ പോലും ഇടഞ്ഞ് ചെന്നിട്ട് വീട്ടിലെ പണിയെടുക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ കാര്യമുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾക്ക് ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു അസുഖം വരുമ്പോൾ റെസ്റ്റ് എടുക്കാതെ അപ്പോഴും ഇതുപോലെ തന്നെ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ച് നമ്മൾ പണിയെടുത്തുകൊണ്ടിരുന്നാലേ ഒരു മൊമെൻറ്റിൽ നമ്മൾക്ക് തീരെ വയ്യാതെ നമ്മ ഒന്ന് കിടന്നു പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കണ്ടാവില്ല. സോ
എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ ഹെൽത്തായിരിക്കണം. അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഈ പറഞ്ഞ പോലെ ഇനിയുള്ള ജനറേഷനെങ്കിലും അങ്ങനെ മാറി ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ 100% ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഞാൻ പെടുത്തുള്ളൂ. ആ 1% മാറിയിട്ട് 100 100 ഔട്ട് ഓഫ് 100 എപ്പോഴെങ്കിലും ആവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വീട്ടമ്മമാർക്ക് പൊതുവേ പല സ്ഥലങ്ങളിലും ഒരു എന്താ പറയുക, ഒരു റേറ്റ് ഇച്ചിരി കുറവാണല്ലോ. കാരണം അവർ വീട്ടിൽ ചുമ്മാ ചോറും കറിയും വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവർ പൈസ ഉണ്ടാക്കുന്നില്ലെന്നല്ലേ. എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരോട് പറയാനുള്ളത്, ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു മോഡേൺ സൊസൈറ്റിയാണ്. നമുക്കൊരു ഓഫീസിൽ പോയിട്ട് അല്ലെങ്കിൽ വീടിന് പുറത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്താൽ മാത്രമൊന്നുമല്ല നമ്മൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുക. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാനൊരു HR ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ ഇവിടെയും വർക്ക് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില സിറ്റുവേഷൻസ് കൊണ്ട് ഞാനിപ്പോൾ റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരിക്കുന്നതാണ്. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ പോലും എൻ്റേതായിട്ടുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരുന്നൊന്ന് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കടൽ പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന സംഗതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞാലുണ്ടല്ലോ, സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്തിട്ട് ഒരു സ്ട്രക്ചേർഡ് ഫോമാറ്റിലാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ബി ഫ്രാങ്ക്, ഈ ഒരു വീഡിയോ ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന നോട്ട് പാഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. പക്ഷെ ഞാൻ പല സ്ഥലത്തു നിന്നും കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറേ സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എനിക്കന്ന് അതിവിടെ വന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ ഇത് കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം പഴയ കാലമൊന്നുമല്ല, ഒരുപാടൊക്കെ നമ്മൾ നല്ല നല്ല രീതിയിൽ ഒരു ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്കറിയില്ല ഇപ്പോഴും എന്താണ് കുറേ ആൾക്കാർ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ തന്നെ പറയണം. നമുക്ക് വേണ്ടിയിട്ട് വേറൊരാളും വന്നിട്ട് അവിടെ നോ പറയൂല. നമ്മൾ താല്പര്യമില്ലാതെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമില്ല എന്ന് പറയണം. പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും പറയുമല്ലോ, നമ്മൾ നോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ആ സ്ഥലത്ത് നമ്മൾ അഹങ്കാരികളായിരിക്കും. അഹങ്കാരി ആയിക്കോട്ടെ, നമുക്കെന്താ. നമ്മൾ ഈ നമ്മുടെ മറ്റേ പെണ്ണിൻ്റെ പേരെന്തായിരുന്നു? മഞ്ജു വാര്യർ ഒരു സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ചെറുതിലേ മുതൽ ചില പെൺകുട്ടികൾ ഒരു ട്രാപ്പിലാക്കും. ആ ട്രാപ്പ് എന്താണ്? അവൾ ഭയങ്കര പാവാണ് കേട്ടോ, നല്ല അച്ചടക്കമുള്ളൊരു കുട്ടിയാണ്. അത് സീരിയസ്ലി അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇറ്റ്സ് എ ട്രാപ്പാണ്. കാരണം നമ്മൾ അന്നൊക്കെ വിചാരിക്കുന്നത് ഓക്കെ, ഞാൻ ഭയങ്കര പാവം കുട്ടിയെന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമാണെന്നാണ്. പക്ഷെ സത്യത്തിൽ അതല്ല. നമ്മൾക്ക് അവിടെ ഒരു വോയിസാണ് ഇല്ലാണ്ടാവണേ. നമുക്ക് വേണ്ടത് നമ്മൾ വേണമെന്ന് പറയണം, നമുക്ക് വേണ്ടാത്തത് നമ്മൾ വേണ്ടാന്ന് തന്നെ പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.